കാരക്കാട് ക്ഷേത്രത്തിൽ മോഷണം. ഷൊർണൂർ കാരക്കാട്ട് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വാദ്യം ഒരുക്കാനെത്തിയ കലാകാരന്മാരുടെ സ്വർണവും മൊബൈൽ ഫോണുകളും കവർന്നു. 2.5 പവൻ വരുന്ന സ്വർണ്ണമാലയും 3 മൊബൈൽ ഫോണുകളും 3500 രൂപയുമാണ് ഉറങ്ങുന്നതിനിടെ കവർ ചെയ്യപ്പെട്ടത്. വാദ്യകലാകാരൻ പാലക്കാട് കുണ്ടളശ്ശേരി അരവിന്ദൻ്റെ സ്വർണ്ണമാലയാണ് മോഷ്ടിക്കപ്പെട്ടത്. അരവിന്ദിൻ്റെയും മലപ്പുറം സ്വദേശി പ്രസാദ് രാമപുരത്തിൻ്റെയും കോഴിക്കോട് സ്വദേശി മുരളി ബാലുശ്ശേരിയുടെയും മൊബൈൽ ഫോണുകളും മോഷ്ടിക്കപ്പെട്ടു. കണ്ണൂർ ചെറുതാഴം സന്തോഷിൻ്റെ ബാഗിൽ നിന്ന് 3500 രൂപയും കവർന്നു. ഉത്സവത്തിൻ്റെ ഭാഗമായ മേളത്തിനെത്തിയതായിരുന്നു കലാകാരന്മാർ. തിങ്കളാഴ്ച രാത്രി മേളം പൂർത്തിയായ ശേഷം ക്ഷേത്രത്തിലെ അഗ്രശാലയിൽ ഉറങ്ങുന്നതിനിടെയായിരുന്നു മോഷണം. രാത്രി 11:30 ഉറങ്ങിയ ഇവർ പുലർച്ചെ 3 എഴുന്നേറ്റപ്പോഴാണ് മോഷണം അറിഞ്ഞത്. ഇവർ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. ഇവിടെ ഉത്സവത്തിന് വന്നതാണ്. ഇന്നേക്ക് 5 ദിവസമായി. ഇന്നലെ വൈകുന്നേരം രാത്രി 11 മണിക്ക് ഉത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വന്ന് കടന്നതാണ്. മാല ഊരിയിട്ട് ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് ഉണർന്ന് ഞാൻ നോക്കിയ സമയത്ത് ബാഗ് കാണാനില്ല, മൊബൈൽ കാണാനില്ല, ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ അടുത്തുള്ള ആൾക്കാരെയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ബാഗിൽ തുണിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അയാൾ ബാഗ് അടക്കം എടുത്തിട്ട് കൊണ്ടുപോയി. പിന്നെ അതിൽ ഒരു 3500 രൂപ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഗ്യാരണ്ടി മാല ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ സാധനങ്ങളും ഷഡ്ഡി അടക്കം അതിലുണ്ടായിരുന്നു. എല്ലാ സാധനവും നഷ്ടപ്പെട്ടു. അതെല്ലാം മൊബൈൽ നമ്മളാൾക്കാരെ 3 മൊബൈൽ നഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു ചേട്ടൻ്റെ 2 ബാഗ് പോയി. ഓൾറെഡി 2 ബാഗ് പോയി. അതിൽ ഒരു ബാഗിൽ 2.5 പവൻ്റെ ഒരു മാല നഷ്ടപ്പെട്ടു. ഇല്ല, 2:30-3 മണിക്ക് നമ്മള് സുഹൃത്ത് ലൈറ്റ് കണ്ടപ്പോൾ എണീറ്റാണ്. അപ്പൊ എണീറ്റപ്പം ആരെങ്കിലും നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇട്ടതായിരിച്ചിട്ട് അപ്പോഴാണ് മൊബൈൽ നോക്കണത്. അയാളെ മൊബൈൽ നോക്കുമ്പോൾ കാണാനില്ല. അപ്പോഴാണ് ബാക്കിയുള്ള എല്ലാവരെയും മൊബൈൽ നോക്കുമ്പോൾ മൊബൈൽ കാണാനില്ല. രാത്രി കിടക്കുമ്പം സ്വർണ്ണമൊക്കെ എന്താ ബാഗിൽ അയച്ചു